പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ട് കൊണ്ടിരിക്കുന്ന വിഷയമാണ് ഗ്രീഷ്മയുടെ. എന്നാൽ ഈ സംഭവം നടന്ന 2022 ഒക്ടോബറിലാണ്. എന്നാൽ ഇതിന് വിധി വരുന്നത് എപ്പോഴാണ്? ഫൈനൽ 2025 എത്തിയപ്പോഴാണ് ഇതിനൊരു ഫൈനലായിട്ട് വിധി വന്നത്. അതെന്തിനാണെന്ന് പോലീസുകാരൊക്കെ പറയുന്നുണ്ട്. അവർക്ക് ഈ റിപ്പോർട്ടൊക്കെ പഠിക്കാനൊക്കെ കുറേ സമയത്ത് 3 ലക്ഷത്തിൽ പരം ഫയലുകൾ, അതിൽ കൂടുതൽ ഫയലുകളൊക്കെ അവർ ചെക്ക് ചെയ്യുകയുണ്ടായി എന്നൊക്കെ പറഞ്ഞു. കാരണം 1 മിനിറ്റിലൊക്കെ 20 മെസ്സേജൊക്കെയാണ് അവർ അയച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ പറഞ്ഞു. നമുക്ക് അതിശയം തോന്നി. എന്നാൽ അതിലേറെ അതിശയം തോന്നിയത് ഈ സംഭവം നടന്ന സമയത്ത് 2022 ഒക്ടോബറിൽ ഈ പയ്യന് വിഷം കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ വാർത്ത പുറത്തു വരുമ്പോഴൊക്കെയാണ് എല്ലാവരും ഞെട്ടിപ്പോയി. കാരണം 23 വയസ്സുള്ളൂ ഈ പെണ്ണിനെ. 23 വയസ്സുള്ള ഈ പെണ്ണിന് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നു. എന്നാൽ ഇപ്രാവശ്യത്തെ കോടതി വന്നപ്പം ആ ജഡ്ജി പോലും പറഞ്ഞ എന്താ, ഒരു ഡെവിൾ മെൻറ്റാലിറ്റിയാണ്. അതായത് പുള്ളിക്കാരി ഒരു പിശാചായി മാറി എന്നാണ് പറയുന്നത്. അത് തന്നെയാണ്. ഇങ്ങനെയുള്ള പിശാചിൻ്റെ സ്വഭാവമുള്ള അതിനെയൊക്കെ അങ്ങ് എന്താ പറയുക, ഗൾഫ് രാജ്യങ്ങളൊക്കെ ചെയ്യുന്ന പോലെ പബ്ലിക്കായിട്ട് പ്രോസിക്യൂഷൻ ചെയ്യണം. അതായത് തൂക്കിക്കൊല്ലും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമായിരുന്നു. കാരണം അവളുടെ പ്രായപരിധി പോലും നോക്കരുത്. ആ ഒരു വിധിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അല്ലെങ്കിൽ എന്താ, പ്രായം വെച്ചുകൊണ്ട് പ്രായപരിധി പരിഗണിക്കണം, അത് പരിഗണിക്കണം, ഇത് പരിഗണിക്കണം എന്നൊക്കെ പറയും. എന്നാൽ ഇപ്രാവശ്യം ഇവക്ക് വിധി വന്നപ്പോൾ എന്താ, പ്രായം പോലും നോക്കിയില്ല, അവൾക്ക് വധശിക്ഷ തന്നെ വിധിച്ചു. എന്നാൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പ്രകാരം വധശിക്ഷ എന്നത് പറയുമ്പം ഡയറക്റ്റ് തൂക്കിക്കൊലയൊന്നും അല്ല. അതിന് പകരമായിട്ട് ഇത്ര വർഷം ജയിൽവാസം ചെയ്യുക, അതിന് പിഴ അടയ്ക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. പക്ഷേ എനിക്ക് അതിലൊരു തൃപ്തിയില്ല. കാരണം ഇവളൊക്കെ അങ്ങ് തീർത്ത് കളയാണ് വേണ്ടത്. കാരണം വെച്ചാൽ ഇവൾക്കിതൊരു എന്താ പറയുക, ഇവളെ പല സ്ഥലത്ത് നമ്മൾ കണ്ടില്ലേ, ഇവളെ തെളിവെടുപ്പിന് കൊണ്ടുപോകും, അവൾ ചിരിച്ച് കളിച്ച് ഉല്ലസിച്ച് എന്തോ ടൂർ പോണ പോലെയാണ് പോയിക്കൊണ്ടിരുന്നത്. അവരോട് തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ചും കളിച്ചുമൊക്കെ. അങ്ങനെയുള്ള അവളെയൊക്കെ തീർത്ത് കളയാണ് വേണ്ടത്. അതിന് പകരം ഈ 16 വർഷം എന്നൊക്കെ പറയുമ്പോൾ പുള്ളിക്കാരിക്ക് അത് ചുക്ക് വിലയാണ്. കാരണം അവൾ ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു അവളുടെ ലൈഫ് എന്താവുമെന്നുള്ളത്. ഇപ്പോൾ 16 വർഷം തടവെങ്കിൽ അവൾ 16 വർഷം ജയിലിൽ കിടക്കും, സുന്ദരമായിട്ട് തിരിച്ചു വരും. ആദ്യം കണ്ടതിനേക്കാൾ ഒന്നുകൂടെ അവൾ നല്ല സുന്ദരിയായിട്ടുണ്ട്. ഒന്നുകൂടെ എന്താ ആഹാരമാണോ അവിടെ കൊടുത്തത് എന്നറിയില്ല, നല്ല ആഹാരമൊക്കെ കഴിച്ച് നല്ല മെഴുത്ത് നല്ല സുന്ദരിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് അവിടെ ചെന്നാലും പരമാനന്ദ സുഖം. പിന്നെ എനിക്ക് ഈ പോലീസുകാരോടൊക്കെ പറയാനുള്ളത്, ഇവിടെ ജയിലിലേക്ക് പറഞ്ഞയക്കുന്നതിന് മുമ്പ് അവളെ മൊത്തം ഒന്ന് പരിശോധിച്ചാൽ കൊള്ളാം. കാരണം ഇനിയും വല്ല വിഷം എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടാണ് അകത്ത് കയറണമെന്ന് അറിയത്തില്ല. അവിടെ നിൽക്കുന്ന വല്ല പോലീസുകാരോ തടവുള്ളിനെയൊക്കെ അവൾ ലൈനടിച്ച് വേണേൽ അവരെയും തീർത്ത് കഴിയാൻ വഴിയുണ്ട്. അവളെ ഒന്നുകൂടെ പരിശോധിക്കുന്നത് നല്ലതായിരിക്കും പറഞ്ഞയക്കുന്നതിന് മുമ്പ്. അത്രയ്ക്ക് ദുഷ്ട മനസ്സാണ്. അപ്പോൾ ഇതുമല്ല, ഞാൻ ചിന്തിക്കുന്ന മറ്റൊരു തരത്തിലാണ്, ആ പയ്യനാ ഇത് ചെയ്തിരുന്നെങ്കിൽ എന്തായിരിക്കും നമ്മുടെ കേരളത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് ഓർത്ത് നോക്കിയേ. കേരളമല്ല, ഇന്ത്യ തന്നെ ഇളകിയിട്ട് കേരളം കത്തിച്ചേനെ. ആ പരുവത്തിലായേനായിരുന്നു. മെഴുകുതിരി കത്തിക്കൽ, മനുഷ്യച്ചങ്ങല, സമരം, ഹർത്താൽ, അടി ബഹളം. അത് ആ പയ്യനായതുകൊണ്ട് ആ കാര്യം അങ്ങനെ അങ്ങ് പോയി. പോയപ്പോൾ ആർക്ക് പോയി? ആ പയ്യനും പോയി, അവൻ്റെ വീട്ടുകാർക്കും പോയി. അത്രേ ഉള്ളൂ. ഇവൾക്ക് എന്താ, കൂസലില്ലാതെ പോകുന്നു, വരുന്നു, വിധി കേൾക്കുന്നു, അവൾ ജയിലിലേക്ക് പോകുന്നു. ഒരു വിഷയമില്ല പുള്ളിക്കാരിക്ക് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവരെയൊക്കെ എന്നാ വെച്ചാൽ പബ്ലിക്കായിട്ട് പ്രോസിക്യൂഷൻ ചെയ്യും. ഇതൊരു നിസ്സാരമാണെന്ന് ആരും കരുതരുത്. കാരണം ഈ 2025 തുടങ്ങിയപ്പോൾ തൊട്ട് മരണം മാത്രം നമ്മൾ കേൾക്കുന്നത്. അതോടൊപ്പം ഈ അമ്മയെ വെട്ടിക്കൊന്നു, അയൽക്കാരെ 3-4 പേരെ വെട്ടിക്കൊന്നു, ഇതൊക്കെ തന്നെ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളവരെയൊക്കെ അങ്ങ് തീർത്ത് കളയുക, എന്താ നടക്കത്തുള്ളൂ. അപ്പോഴാണ് മറ്റുള്ളവർക്ക് പേടി വരത്തുള്ളൂ. ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ കഠിനമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇങ്ങനെയുള്ള ക്രൈംസൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇപ്പോൾ വിദേശ രാജ്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം. അവർക്ക് ഒറ്റ നിയമമുള്ളൂ, വെട്ടി അങ്ങ് കളയുക, അത്രയേ ഉള്ളൂ. ഇപ്പോൾ അതുപോലെയാണ് ഈ ഗ്രീഷ്മയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. അവൾ പുല്ല് പോലെ പോയിട്ട് തിരിച്ചിങ്ങി പോരും, ഒന്നും നടക്കാനില്ല. പിന്നെ ഒരു വിധി എന്ന് പറയുമ്പോൾ അവൾക്ക് തൂക്കുകയറ് വിധിച്ചു, അവർക്ക് വധശിക്ഷ വിധിച്ചു എന്നൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. എന്താ, അവൾക്ക് എന്നാ ചെറിയ പരോളിൽ ശിക്ഷ വിധിച്ചു. വർഷം 12 ദിവസം ആ ലീവെങ്കിൽ ഇവക്ക് എന്താ 5 ദിവസം വല്ലതും കിട്ടുമായിരിക്കും. അതാണോ? അവൾക്ക് എവിടെ കിടന്നാലും ഒരു കുഴപ്പമില്ല. അങ്ങനെയുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ള ഒരു സ്ത്രീയാണ് അവൾ. അത് അവളെ കാണുമ്പോഴേ മനസ്സിലാവില്ല. അവൾക്കൊരു കൂസലുമില്ല, ചിരിച്ച് കളിച്ച് ഉല്ലസിച്ച് നടക്കുന്നവൾ. അവളെക്കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ലൈംഗിക ബന്ധം ചെയ്യാനും അവിടെ പോകാനും ഇവിടെ പോകാനും ഏറ്റവും കൂടുതൽ അവളാണ് പ്രേരിപ്പിച്ചത്. അവനെ കൊണ്ടു നടന്നിട്ട് വിഷം കൊടുത്തു കൊന്നു. ഇതെന്തോ പ്രേമമായിരുന്നു അവക്കടെ. ആ പയ്യനാണെങ്കിലോ മരണക്കിടക്ക വരയിൽ അവളെ പ്രേമിച്ചുകൊണ്ടേയിരുന്നു. അപ്പം അങ്ങനെ ആത്മാർത്ഥമായി സ്നേഹിച്ച ആർക്ക് നഷ്ടം വന്നു? അവന് തന്നെ നഷ്ടം വന്നു, വേറെ ആർക്കും ഒന്നും പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ളവളെയൊക്കെ എന്താ ചെയ്യണം? എന്നിട്ട് ഇവള് കോടതി പറഞ്ഞ എന്താണെന്നറിയോ? അവൾക്ക് ബിരുദാനന്തര ബിരുദമുണ്ട്, അതുകൊണ്ട് കൂടുതൽ ഇത് ഉന്നത പഠനത്തിന് വേണ്ടിയിട്ട് ശിക്ഷ ഇളവ് വേണം നമുക്ക്. എന്തിനാ അവൾക്ക് ഉന്നത പഠനം ചെയ്തിട്ട് എന്തോ ഉണ്ടാക്കാനാ? എന്തിനാ അവൾക്ക് ഉന്നത പഠനം? ഇവളെപ്പോലുള്ളവരൊക്കെ ഒരു സുപ്രഭാതത്തിൽ വേണം ഉന്നത പഠനം പഠിച്ചിട്ട് വേണേ വല്ല ടീച്ചറായിട്ടോ വല്ല ഉദ്യോഗസ്ഥയായിട്ട് വരും. ഇതുപോലത്തെ ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ടീച്ചറായിട്ട് വന്നാലത്തെ അവസ്ഥ എന്നാന്ന് ഓർത്ത് നോക്കി. എല്ലാം ഒരു ഉദ്യോഗസ്ഥരായിട്ട് വന്നാലത്തെ അവസ്ഥ എന്നാ നോക്കി. അതിലും വരെ അവൾ മരണം വരാൻ ജയിലിൽ കിടക്കുക നല്ലത്. അതിനെ അവിടെ അങ്ങ് ഇട്ടേക്കുക, ഇങ്ങോട്ട് വിടേണ്ടവരാ. അവൾക്ക് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, അവിടെ അങ്ങ് ഇട്ടേക്കുക. അവളെ പരമാവധി ശിക്ഷയും മേടിച്ചു കൊടുത്തിട്ട് അവിടെ അങ്ങ് ഇടുക. ഇത് 16 വർഷമൊന്നുമല്ല എന്നെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ. അവൾക്ക് അതൊന്നും പോരാ. അവളുടെ മരണം വരെ അവൾ അവിടെ കിടത്തണം തടവിൽ. എന്തായാലും തൂക്കുകയറും തലവെട്ടിക്കളയിലൊന്നും നമ്മുടെ രാജ്യത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ മരണം വരെ അവൾ ആ ജയിലിൽ കിടക്കണം, അത്രയേ ഉള്ളൂ.
അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപേണ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം. ബൈ.